ഇന്ന് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ മായമില്ലാത്ത നല്ല ഫുഡ് കഴിക്കാൻ തമിഴ്നാട്ടിൽ വരണം. இது உளுந்த வடை, சட்னி, சாம்பார். ஓகே, எப்படி இருக்கு? டேஸ்ட் அருமையாக இருக்கும். எப்படி இருக்கு ஃபுட்டൊക്കെ? நல்லா இருக்கு. ഹായ് നമസ്കാരം. ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പത്തിലാണ് കേട്ടോ. കമ്പത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്പോട്ടിലാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. ഹോട്ടൽ ശ്രീകുമാർ ആൻഡ് ആരതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പം ടൗണിന് തന്നെ സമീപത്ത് തന്നെയാണ്. അതായത് കമ്പത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് കയറുമ്പോഴത്തേനുള്ള ആംബിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, അതായത് ഏതൊരു നമ്മുടെ തമിഴ്നാട്ടിലൊരു ഹോട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു ടീ സ്റ്റാളാണ് ഫ്രണ്ടിൽ തന്നെ. ആ ടീ സ്റ്റാളിനോട് ചേർന്ന് നമ്മുടെ നാട്ടിലെ കല്യാണപ്പുരകളൊക്കെ ഇല്ലേ, പണ്ട് കാലത്ത് പന്തലൊക്കെ ഇട്ടേക്കുന്ന ഓലയും കൊണ്ട് പന്തലിട്ട് അതേ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നൈറ്റിലായിരിക്കും കുറച്ചുകൂടെ നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അകത്തുണ്ട്. വിശാലമായ സൗകര്യങ്ങളൊക്കെ അകത്തുണ്ട്. ഇതിപ്പോൾ ടീ കുടിക്കുന്ന ഒരു ഏരിയയാണ്. തമിഴ്നാട്ടിൽ നമ്മളെല്ലാ വീഡിയോസും നമ്മൾ കാണിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇവർക്ക് മെയിൻ ചായയാണ്. ചായക്ക് ഒരു പ്രത്യേക ഒരു കൾച്ചറും ഒരു ഐക്യമുണ്ട്. അവർക്ക് എപ്പോഴും ചായ ഒരുമിച്ച് കുടിക്കണം, ആ ഒരു കൺസെപ്റ്റ് ഇവിടെയുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻ സ്നാക്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അണ്ണേ, ഇത് എന്നാ സാധനം? இது சோமாசனா. മോമോസ് ഓർ சோமாசனா. സമൂസ. ഓക്കെ ഓക്കെ, സമൂസ. ഓക്കെ, ഇത് வந்து பருப்பு வடை. പരിപ്പ് വട കംപ്ലീറ്റ് ഉണ്ട പോലെ ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ബോണ്ട പോലെ ഇരിക്കും. അതുപോലെയാണ് ഇത് പരിപ്പ് വട സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പരിപ്പ് വട മറ്റേതല്ലേ, പരന്ന അന്ത ഷേപ്പ് അല്ലേ? ഉഴുന്ന ഇത് ഉഴുന്ന വട. നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇതൊക്കെ. ഇത് வந்து நம்ம தவளை வடை. ബോണ്ട സാധാ ബോണ്ട ആൻഡ് മസാല വട. ഇത് മസാല വട. இது வந்து இனிப்பு வடை. മധുരമാണ്. ഇത് മസാല വട. ഓക്കെ, ഇത് പരിപ്പ് വടയല്ലേ? പരിപ്പ് വടയെ നമ്മൾ മസാല വട എന്ന് ഇവിടെ പറയും കേട്ടോ. ഇവിടെ പരിപ്പ് വട, നമ്മുടെ കേരളത്തിൽ ഇതിനെ പരിപ്പ് വട എന്ന് പറയും. അതുപോലെ തന്നെ ഇവിടെ മസാല വട എന്ന് പറയും. ബ്രെഡ് മസാല. இது என்ன வந்து? இது உளுந்த வடை, சட்னி, சாம்பார். ஓகே, எப்படி இருக்கு? டேஸ்ட் அருமையாக இருக்கும். ரெகுலர் கஸ்டமர் தான் இங்கே அடிக்கடி எப்பொழுதும் வருவேன். ஆமாம், எப்பயுமே. ஓகே, சாப்பிடு எப்படி இருக்கு? அருமையாக இருக்கும். டேஸ்ட் அருமையாக இருக்கும். சட்னி, சாம்பார் அருமையாக இருக்கும் டேஸ்ட். ஓகே, இங்கே வருമ്പോൾ என்னது ഏറ്റവും കൂടുതൽ കഴിക്കാറ്? இங்கே பிரியாணி நல்லா இருக்கும், டேஸ்ட்டாக இருக்கும். இங்கே கடையே ஃபேமஸ், பிரியாணி தான் ஃபேமஸ். பிரியாணி தான் இங்கே ஃபேமஸ். பிரியாணி ஃபேமஸ். சிக்கன் கொத்து பரோட்டா நல்லா பரோட்டா நைஸாக இருக்கும். ஆமாம், கொத்து பரோட்டா இருக்கும். தோசை, தோசையிலே வந்து வெரைட்டி தோசை இருக்குது. எப்படி இருக்குது ஃபுட்டൊക്കെ? எப்படி இருக்கு? நல்லா இருக்கும். ஃபர்ஸ்ட் டைம் இங்கே வந்து என்ன செலக்ட் பண்ணிட்டேன்? பிரெட் மசாலா எப்படி இருக்கு? நல்லா இருக்கும். எப்படி இருக்கு பிரெட் மசாலா? நல்லா இருக்கும். எப்படி இருக்கு ഫുഡൊക്കെ? நல்லா இருக்கும். എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? വടയൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ? ഇഷ്ടപ്പെട്ടോ? ഫുഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു ഹോട്ടൽ ശൃംഖലയാണ്. വളരെ മനോഹരമായിട്ട് ഇവർ ഫുഡ് സെർവ് ചെയ്യുന്നതിലും ഇവർ നല്ല ഫുഡ് മാനേജ് ചെയ്യുന്നതിലും. ഇന്ന് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ മായമില്ലാത്ത നല്ല ഫുഡ് കഴിക്കാൻ തമിഴ്നാട്ടിൽ വരണം. ഞങ്ങൾ ഇപ്പം വന്നതിൻ്റെ ഒരു ലക്ഷ്യം ഫുഡ് കഴിക്കാനും കൂടെ. ഓക്കെ. ഇവിടുത്തെ ഉഴുന്നുവട നല്ല സൂപ്പറാണ്, സമ്മതി നല്ല സൂപ്പറാണ്, സാമ്പാർ നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. കേരളത്തിൽ വൃത്തിഹീനങ്ങളായി അജിനോമോട്ടോ അങ്ങനെയുള്ള കൂടുതൽ കെമിക്കൽ സാധനങ്ങളാണ് ഹോട്ടലിൽ. നിങ്ങളുടെ യാത്ര മധുരയ്ക്കാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മധുര വരെ എത്തുന്ന ഒരുപാട് ഹോട്ടൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽസ് ആണ്. അത് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പോയി അവിടെയും കൂടെ ഒന്ന് പോയി കയറി നോക്കാം കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഇവിടെ വരുന്നതാണ്. ഫസ്റ്റാണ്. നമ്മുടെ കേരളത്തിലാകുമ്പോഴത്തേനും കഴിയുന്നത് നമ്മൾക്കിട്ട് പാര വെച്ച് ഭക്ഷണത്തിലൊക്കെ കൂമ്പിച്ചു വിടുക എന്നുള്ള പരിപാടി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ്. നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി. റേറ്റ് കുറവ്, നല്ല നീറ്റ്നെസ് വളരെ, അവർ ഭയങ്കരമായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വളരെ ഇൻക്രീസ് ചെയ്തു. അതെ ഭയങ്കര ഡെവലപ്മെന്റ് ആയി. നമ്മുടെ അവിടെ അതില്ല. നേരെ സോ അപ്പോൾ നമുക്കുള്ള
ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ യാത്ര നിങ്ങൾക്കറിയാലോ, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ഫുഡ് വളരെ ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഇതാ ചായ വന്നിട്ടുണ്ട് ആണേ, ചായ വളരെ വലിയ ഗ്ലാസ് ആണ്. ഇത് എന്നൊക്കെയാണ്? இது பிரெட் மசால் ബ്രെഡ് മസാല. பிரெட் மசாலா ആ, இது கேசரி மதனமான മധുരമാണ് കേസരി. ഇത് വെറൈറ്റി ഇരിക്കും. ഇത് മുകളിൽ സേമിയാവാ? அது சேமியா സേമിയ, കേസരിയുടെ മുകളിൽ സേമിയ ഇട്ടിട്ടുണ്ട്, അതെനിക്ക് വെറൈറ്റി. ഇത് എപ്പടി കഴിക്കേണ്ടത്? இது கட் பண்ணி பீஸ் ரைத்தா இருக்கு കട്ട് പണ്ണണം. கட் பண்ணணும் கட் பண்ணி നമുക്ക് തന്നെ കട്ട് പണ്ണാം. നമുക്ക് കട്ട് പണിയിട്ട് ഇതിനകത്ത് മസാലയുണ്ട് കേട്ടോ. மசால் மசால் കേട്ടോ, മസാലയുണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ അകത്ത് മസാല വെച്ചിട്ടുണ്ട്. ഇത് വന്ന് നമ്മൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുക അല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ മസാലയും ഈ ഇതില്ലേ ഈ സാലഡും കൂട്ടി കഴിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. നമ്മൾ സമൂസയുടെ അകത്തെ മസാലയും അതുപോലെ ബ്രെഡും പിന്നെ ഇതിൻ്റെ മുകളിലത്തെ മസാലയില്ലേ അതിൻ്റെ ചുവന്നും നല്ല എരിവും ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് കേസരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കേസരി മുകളിൽ ഇവിടെ നട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നട്ട്സ് അടക്കം ആണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, റെഡി. കേസരി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന കേസരി എന്ന് പറയുമ്പോൾ വായിലിട്ട് അലുത്തും. ഇത് കുറച്ച് കട്ടിയാണ്. കാരണം എന്താ വെച്ചാൽ മീൻസ് നമ്മൾ കേക്കൊക്കെ കഴിക്കുന്നില്ലേ, ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഇതിനകത്തുള്ളത്. അത് അതിനകത്ത് സേമിയുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഒരുപാട് അതർ ഐറ്റംസും ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും യാത്ര ചെയ്ത് പോകുമ്പോഴത്തേനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തി, നമ്മൾ അവിടെയും നിങ്ങൾക്ക് നല്ലൊരു പോയിന്റ് കാണിക്കണം. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഇന്ന് വെറൈറ്റി ആയിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് കാണിച്ചു തരാമെന്ന്. അതിലുപരി ഇവിടെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്യാഷറാണ് കേട്ടോ. കാമേശ്വരൻ കാമേശ്വരൻ എന്നാണ് ചേട്ടൻ്റെ പേര്. അണ്ണേ വണക്കം. മലയാളം தெரியுமா? மலையாளம் தெரியாது. எப்படி இருக்கு பிசினஸ் ഒക്കെ எப்படி? பிசினஸ்லாம் நல்லா இருக்குண்ணா. ஓகே, ഇവിടെ நம்ம வெரைட்டிஸ் ஃபுட் ഒക്കെ இருக்கு. இது காலையில நம்ம 5 மணிக்கு ஓபன் பண்ணுவோம். 5 மணிக்கு ஓபன் பண்ணா டீ, வடை, காஃபி, கேசரி, பயிறு வகைகள், இடியாப்பம், கேசரி ഒക്കെ இருக்கு. லஞ்சு வந்து பிரியாணி வெரைட்டிஸ். பிரியாணி இருக்கு இங்க வெரைட்டி. ஆமா, பிரியாணி வந்து மட்டன் பிரியாணி, மட்டன் சுக்கா பிரியாணி, நாட்டுக்கோழி பிரியாணி, சிக்கன் பிரியாணி, முட்டை பிரியாணி, எம்டி பிரியாணி. அந்த டின்னர் வந்து தோசை, ஊத்தாப்பம், சப்பாத்தி, இடியாப்பம் எல்லாமே இருக்கு. ஓகே, எவ்வளவு வருஷம் ஆயிருக்கு? இப்போ நான் வந்து வேலைக்கு வந்து 10 வருஷம் ஆச்சு சார். கடை வந்து ஒரு 25 வருஷம். 25 வருஷம் பாரு. இது வந்து புது கடை. இன்னொரு கடை வந்து ஊருக்குள்ள ஃபர்ஸ்ட் கடை இருக்கு. ஊருக்குள்ள ടൗണുക്കുള്ള. സോ അപ്പം ഇവരുടെ ശ്രീകുമാർ ആൻഡ് ആർത്തി ഇവരുടെ ഹോട്ടലിൽ 2 ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ഒന്ന് ടൗണിലും ഉണ്ട്, പിന്നെ ഇവിടെയുണ്ട്. ഇത് പുതിയതായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ അകത്ത് വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ നല്ല സ്നാക്സും കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ കണ്ടില്ല മലയാളീസിനെയൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പം അവരും മധുരയിലേക്കുള്ള ഒരു 1 ഡേ ട്രിപ്പിലാണ്. അതുപോലെയൊക്കെ യാത്ര ചെയ്ത് പോകുന്നവർക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സ് ചെയ്യുന്നു. ഞാൻ ഡ്രീം ബ്രോക്കി. ബൈ ബൈ.